ഹമാസിന്റെ പുതിയ തലവൻ അധികാരമേൽക്കുമ്പോൾ യഹ്യ സിൻവാറിനേക്കാൾ 100 ഇരട്ടി ശക്തനായ നേതാവാണെന്നാണ് ഹമാസ് പോരാളികൾ പ്രഖ്യാപിക്കുന്നത്. ഹമാസിന്റെ തലവനായി ഖലീൽ അൽ ഹയ്യയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ തലവനാണ് ഖലീൽ അൽ ഹയ്യ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 2024 ഗാസയിൽ ഇസ്രായേൽ സൈന്യം വധിച്ച യഹ്യ സിൻവാറിന്റെ പിൻഗാമിയായാണ് അൽ യഹിയയുടെ നിയമനം. ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ വധിച്ചതിന് തുടരെയായിരുന്നു യഹ്യ സിൻവാർ ഹമാസ് മേധാവിയായി നിയമിതനായത്. കഴിഞ്ഞ വർഷം ഖത്തറിൽ വെച്ച് നടന്ന ഇസ്രായേലിന്റെ വധശ്രമത്തിൽ നിന്ന് ഖലീൽ അൽ ഹയ്യ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. തിങ്കളാഴ്ച നടന്ന ജനറൽ ഷൂറ കൗൺസിൽ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ട വോട്ടെടുപ്പിലാണ് അൽ ഹയ്യ വിജയിച്ചത്. എന്തായാലും ഈ ഒരു രണ്ടാം ജന്മം അള്ളാഹു തന്നത് ഇസ്രായേലിന്റെ പതനത്തിനാണ്, ഇസ്രായേലിന്റെ പൂർണ്ണമായുള്ള നശീകരണത്തിനാണ് എന്നാണ് ഖലിയ പറയുന്നത്. മുൻ രാഷ്ട്രീയ മേധാവിയായ ഖാലിദ് മെഷാലിയായിരുന്നു ഖലീൽ ഹയ്യയുടെ എതിരാളി. ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഇരുവർക്കും പിന്തുണ ലഭിക്കാത്തതിനെ തുടർന്ന് നടന്ന റൺ ഓഫ് വോട്ടെടുപ്പിലായിരുന്നു ഖലീൽ അൽ ഹയ്യ തിരഞ്ഞെടുക്കപ്പെട്ടത്. 2021 ഹമാസ് രൂപപ്പെടുത്തിയ ആഭ്യന്തര നേതൃഘടന അനുസരിച്ച് സംഘടനയുടെ പരമോന്നത സ്ഥാനങ്ങൾ ഗാസ, അധിനിവേശ വെസ്റ്റ് ബാങ്ക്, പ്രവാസി സമൂഹം എന്നീ 3 പ്രധാന ഭൂമിശാസ്ത്രപരമായ മേഖലകളെ പ്രതിനിധീകരിക്കുന്നവയായിരിക്കണമെന്നാണ് വ്യവസ്ഥയുള്ളത്. ഈ നയത്തിൽ അനുസൃതമായാണ് ഗാസയെ പ്രതിനിധീകരിച്ചിരുന്ന നേതാവായിരുന്ന അൽ ഹയ്യയുടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. യുദ്ധകാല ഭരണ നിർവഹണത്തിനായി 2024 അവസാനത്തിൽ രൂപീകരിച്ച 5 അംഗ ഇടക്കാല ഭരണസമിതിയിലെ അംഗമായിരുന്നു അൽ ഹയ്യ എന്ന് പറയുന്നത്. 1987 ഹമാസ് രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിരുന്നു അൽ ഹയ്യ. ആദ്യ ഇത്തിഫാദ കാലഘട്ടത്തിൽ പലതവണ ഇസ്രായേൽ സൈന്യത്തിന്റെ തടങ്കലിലായിരുന്നു ഇയാൾ. തടവിനിടയിൽ കടുത്ത പീഡനങ്ങൾ അനുഭവിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ ഗാസയിലെ ഹമാസ് ഉപനേതാവ്, അറബ് ഇസ്ലാമിക് ബന്ധങ്ങളുടെ ചുമതലയുള്ള ഓഫീസ് മേധാവി തുടങ്ങിയ നിർണായക പദവികൾ ഈ അൽ ഹയ്യ വഹിച്ചിട്ടുണ്ട്. 2012 2014 ഗാസയിലെ യുദ്ധങ്ങൾക്ക് ശേഷമുള്ള വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിന്റെ പ്രധാന പങ്കാളി അല്ലെങ്കിൽ ഹമാസിന്റെ പ്രധാന പ്രതിനിധി സംഘത്തിലെ പ്രധാനി എന്ന് പറയുന്നത് ഇദ്ദേഹമായിരുന്നു. 2023 ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥയിൽ നടന്ന പരോക്ഷ വെടിനിർത്തൽ, ബന്ദി കൈമാറ്റ ചർച്ച ഇവയെല്ലാം നയിച്ചത് അൽ ഹയ്യ തന്നെയായിരുന്നു. 2012 മുതൽ ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോ ഖത്തറിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിനാൽ അദ്ദേഹം പ്രധാനമായും ദോഹയിൽ നിന്നാണ് നയതന്ത്ര പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ഗാസയ്ക്ക് മേലെയുള്ള ഉപരോധം മറികടന്ന് പ്രാദേശിക രാജ്യങ്ങളുമായുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ നിലനിർത്താൻ പ്രധാന പങ്ക് വഹിച്ച നേതാവാണ് അൽ ഹയ്യ. 2023 നവംബറിൽ ലെബനനിൽ എത്തി ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രതിനിധി സംഘത്തെയും നയിച്ച അൽ ഹയ്യ തന്നെയായിരുന്നു. 2024 ജനുവരിയിൽ ബെയ്റൂത്ത് നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഹമാസ് ഉപ രാഷ്ട്രീയ മേധാവി ഹാലിൽ അൽ അറൂറി കൊല്ലപ്പെട്ടപ്പോൾ അൽ ഹയ്യ അതിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. 2007 മെയ് മാസത്തിൽ അൽ ഹയ്യയുടെ കുടുംബ വീട്ടിലുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 2 സഹോദരന്മാർ ഉൾപ്പെടെ 7 ബന്ധുക്കൾ കൊല്ലപ്പെട്ടിരുന്നു. ഹമാസിന്റെ സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡ്സിലെ അംഗമായിരുന്ന മകൻ ഹംസ 2008 ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 2014 ഗാസയിൽ നടന്ന മറ്റൊരു ആക്രമണത്തിൽ അൽ ഹയ്യയുടെ മൂത്ത മകൻ, അതുപോലെ തന്നെ ഭാര്യ, അവരുടെ 3 മക്കൾ എന്നിവരും കൊല്ലപ്പെട്ടിരുന്നു. 2025 സെപ്റ്റംബറിൽ ദോഹയിലെ ഒരു താമസ സമുച്ചയത്തിൽ ലക്ഷ്യമിട്ട ഇസ്രായേൽ ആക്രമണത്തിൽ മകൻ ഹുമാം, ഓഫീസ് ഡയറക്ടർ ജിഹാദ് ലാബ്, 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്നിവരൊക്കെ തന്നെ കൊല്ലപ്പെടുകയും അൽ ഹയ്യ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഈ വർഷം ആദ്യ ഗാസ സിറ്റിയിലെ ദറജ് മേഖലയിൽ ഉണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ മറ്റൊരു മകൻ അസാം പിന്നീട് മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. എന്തായാലും അൽ ഹയ്യയാണ് ആ കുടുംബത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നത്. തന്റെ ഈ രണ്ടാം ജന്മം തീർച്ചയായും തന്റെ കുടുംബാംഗങ്ങളെയൊക്കെ ഇല്ലാതെയാക്കിയ ഇസ്രായേലിന്റെയും അമേരിക്കയും പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടിയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് ഹമാസ് തലവനായി അധികാരമേൽക്കുന്നത്.